BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നദികളിൽ നിന്ന് നിയന്ത്രണങ്ങളോടെ മണൽ ഖനനം പുനരാരംഭിക്കാനുള്ള നടപടികൾ സാങ്കേതിക കുരുക്കിൽ. റവന്യൂ വകുപ്പ് അംഗീകാരം നൽകിയ പദ്ധതിക്ക് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പാണ് ഉടുക്കുവച്ചത്. ജിയോളജി വിഭാഗത്തിന്റെ ഉദ്ദേശ്യപത്രം ലഭിച്ച തുടർ നടപടികൾ മുന്നോട്ടു പോകും. സാങ്കേതിക പ്രശ്നം ഉന്നയിച്ച് അവർ നിഷേധിച്ചതോടെ പദ്ധതി പാതി വഴിയിൽ നിൽക്കുകയാണ്. നിയന്ത്രിത മണൽ ഖനനത്തിന് അനുമതി നൽകണമെന്ന വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളിൽ നിന്നും അടക്കം ആവശ്യം ഉയരുന്ന സാഹചര്യത്തിൽ പദ്ധതി വീണ്ടും ചർച്ചയായിട്ടുണ്ട്. 36 നദികളിൽ നടത്തിയ മണൽ ഓഡിറ്റിംഗിൽ 11 ജില്ലകളിലായുള്ള 17 നദികളിൽ ഖനനം ചെയ്യാവുന്ന രീതിയിൽ വൻതോതിൽ മണൽ ശേഖരമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഭാരതപ്പുഴ, ചാലിയാർ, കടലുണ്ടി, പെരിയാർ എന്നീ നദികളിലാണ് കൂടുതൽ മണലുള്ളത്. ആകെ കണ്ടെത്തിയ 464 ലക്ഷം ഘനമീറ്ററിൽ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ 141 ലക്ഷം ഘനമീറ്റർ മണൽ ഖനനം ചെയ്യാൻ ശുപാർശ ചെയ്തിരുന്നു. ഇത്രയും മണൽ നീക്കിയാൽ വെള്ളപ്പൊക്ക സാധ്യത വലിയ തോതിൽ കുറയും. മലപ്പുറം, പാലക്കാട്, തൃശൂർ, കണ്ണൂർ ജില്ലകളുടെ സർവേ റിപ്പോർട്ടിന് സംസ്ഥാനതല പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചിരുന്നു. മലപ്പുറം ജില്ലയിലെ 25 കടവുകളിൽ റവന്യൂ, സർവേ, ജിയോളജി, ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ അതിർത്തി നിർണയം പൂർത്തിയാക്കിയിരുന്നു. ഉദ്ദേശപത്രം ലഭിക്കാൻ പെരിന്തൽമണ്ണ RDO ജില്ലാ ജിയോളജിസ്റ്റ് 2024 ജനുവരി 30 നവംബർ 5 അപേക്ഷ സമർപ്പിച്ചു. കേരള ചെറുകിട ധാതുഖനന ചട്ടങ്ങളിൽ പുഴമണൽ ഖനനം ചെയ്യാൻ താൽപര്യപത്രം നൽകാൻ വ്യവസ്ഥയില്ലെന്ന് പറഞ്ഞാണ് ജിയോളജി വകുപ്പ് ഉദ്ദേശപത്രം നിഷേധിച്ചത്. പിന്നീട് കരട് ഭേദഗതി തയ്യാറാക്കി അഡ്വക്കേറ്റ് ജനറലിന് സമർപ്പിച്ചെങ്കിലും തുടർ നടപടികൾ പുരോഗമിച്ചില്ല. 2014 സുപ്രീം കോടതിയുടെയും ഹരിത ട്രിബ്യൂണലിന്റെയും കർശന പരിസ്ഥിതിക നിബന്ധനകളെ തുടർന്നാണ് മണൽ വാരൽ നിരോധിച്ചത്. കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയത്തിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച മണൽ ഖനനം പുനരാരംഭിക്കാൻ കഴിഞ്ഞ സർക്കാർ തീരുമാനിക്കുകയും അംഗീകൃത കൺസൾട്ടന്റുകൾ വഴി ഓരോ ജില്ലയിലും സർവേ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. കടവ് സമിതിയുടെ മേൽനോട്ടത്തിൽ മണൽ ഖനനത്തിന് അനുമതി നൽകാനായിരുന്നു പരിപാടി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.